ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സൈഡ്ലൈൻ ഫുട്ബോൾ. സോ ട്രാൻസ്ഫർ മേളം ഇങ്ങനെ കൊഴുത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. പല ക്ലബ്ബുകളും അവരുടെ മേജർ സൈനിങ്സിലേക്ക് കടക്കുന്നേ ഉള്ളൂ. മേജർ സൈനിങ്സ് ഒക്കെ ഓൾറെഡി തീർത്ത ക്ലബ്ബുകളുണ്ട് പ്രീമിയർ ലീഗിൽ ഓൾറെഡി. ഫൈൻ. എനിവേൽ ആർസണലിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ മിഡ്ഫീൽഡിലേക്ക് സുബിമെൻഡിനെ കൊണ്ടുവന്നു, ഗോൾ കീപ്പറായി കെപ്പ എത്തി. അതിനുശേഷം ക്രിസ്ത്യൻ നോർഗാർഡിൻ്റെ മെഡിക്കൽ പെൻഡിങ്ങിൽ നിൽക്കുകയാണ്. സോ ഇതിനൊക്കെ ശേഷം മിഡ്ഫീൽഡിലേക്ക് മറ്റൊരു പ്ലെയറിൻ്റെ കൂടി വരവ് ആർസണൽ ഫാൻസിനെ ശരിക്കും ത്രില്ലിംഗ് ആക്കുന്നുണ്ട്. ശരിക്കും നമ്മുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ ആദ്യം ഇല്ലാതിരുന്ന ഒരു സൈനിങ് ആയിരുന്നു ഇത്. പക്ഷേ ഇപ്പോൾ ഈ ഒരു പ്ലെയറിൻ്റെ വരവ് കഴിഞ്ഞ സീസണുകളിലൊക്കെ എസ്പെഷ്യലി കഴിഞ്ഞ സീസണിൽ നമ്മൾ ഫേസ് ചെയ്ത ഒരുപാട് പ്രശ്നങ്ങൾക്കൊരു സൊല്യൂഷൻ ആകുമെന്ന് തന്നെയാണ് ആർസണൽ ഫാൻസ് വിശ്വസിക്കുന്നത്. ക്രിസ്റ്റൽ പാലസിൽ നിന്നും വരുന്ന അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായ എബ്രച്ചി എസ്സെയുടെ കാര്യമാണ് ഈ പറയുന്നത്. സോ ഈ ഒരു പ്ലെയറിൻ്റെ കാര്യത്തിൽ ആർസണൽ സീരിയസ്ലി ഇൻട്രസ്റ്റഡ് ആണെന്ന് ലാസ്റ്റ് വീക്കെൻഡ് ഇൻഫർമേഷൻസും റിപ്പോർട്ട്സും ഒക്കെ വന്നിരുന്നു. പിന്നീട് ആർസണൽ ടോക്കിലേക്ക് കടന്നതായിട്ട് ഈ ആഴ്ച തുടക്കത്തിൽ നമുക്ക് അറിയാൻ കഴിഞ്ഞു. ഇപ്പോൾ അറിയാൻ കഴിയുന്നത് എബ്രച്ചി എസ്സെ ആർസണലിന് ഒരു പച്ചക്കൊടി കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. സോ ഒരു 60 മില്യൺ പൗണ്ട്സിന് വില പൊട്ടിക്കേണ്ടി വരും ഈ ഒരു പ്ലെയറിനെ ആർസണലിലേക്ക് എത്തിക്കാനായിട്ട് എന്നുള്ളതാണ്. അത് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് പേ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ക്രിസ്റ്റൽ പാലസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ടോട്ടനമാണ് ആദ്യം ഈ പ്ലെയറിൽ ഇൻട്രസ്റ്റഡ് നിന്നത്. പക്ഷേ ഈ അടുത്താണ് ആർസണൽ അതിനുള്ളിൽ കയറി ഇപ്പോൾ ആ ഒരു ഡീല് റാഞ്ചാൻ പോകുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ആർസണലാണ് ഇപ്പോൾ ക്ലിയർ ഫേവറേറ്റ്സ് ആയിട്ട് തൽക്കാലം ടോട്ടനത്തിനേക്കാൾ മേലെ നിൽക്കുന്നത് എന്നുള്ളതാണ്. സോ ഇനി എബ്രച്ചി എസ്സെയുടെ കാര്യം നോക്കുകയാണെങ്കിൽ റൈറ്റ് ഫുട്ടഡ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡറാണ്. ലെഫ്റ്റ് ചാനൽ ബേസ് ചെയ്താണ് പ്ലെയർ കൂടുതലും കളിക്കുന്നത്. ലെഫ്റ്റ് വിങ്ങറായിട്ടും കളിക്കാൻ കഴിയുന്ന പ്ലെയറാണ്. സെക്കൻഡറി സ്ട്രൈക്കറായിട്ടും കളിക്കാൻ കഴിയുന്ന പ്ലെയറാണ്. സോ ഇനി പ്ലെയറിൻ്റെ ഒരു ബ്രീഫ് ഹിസ്റ്ററി നമ്മൾ പറഞ്ഞു പോവുകയാണെങ്കിൽ ലണ്ടനിൽ തന്നെ ജനിച്ചു വളർന്ന ഒരു പ്ലെയറാണ്. ഫുട്ബോൾ കരിയർ ഈ പ്ലെയറിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്നത് കോയിൻസിഡൻ്റലി വേണമെങ്കിൽ പറയാം ആർസണലിൽ നിന്ന് തന്നെയായിരുന്നു. പക്ഷെ 13ാമത്തെ വയസ്സിൽ ആർസണൽ ഈ പ്ലെയറിനെ വിട്ട് കളയുകയാണ്. ശേഷം ഫുൾഹാം, റെഡിങ്, മിൽവാള്, അതിനൊക്കെ ശേഷം 2016 ക്യൂൻസ് പാർക്ക് റേഞ്ചേഴ്സിൽ ഈ പ്ലെയർ ഇദ്ദേഹത്തിൻ്റെ സീനിയർ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം 2020 പ്ലെയർ ക്രിസ്റ്റൽ പാലസിലേക്ക് എത്തി. ക്രിസ്റ്റൽ പാലസിൽ ഇപ്പോൾ ഓൾറെഡി 150 മത്സരങ്ങൾ പ്ലെയർ കളിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. ലാസ്റ്റ് സീസണിൽ 34 മത്സരങ്ങളിൽ നിന്ന് 8 ഗോളും 8 അസിസ്റ്റും പ്ലെയർ ക്രിസ്റ്റൽ പാലസിന് വേണ്ടി നേടി എന്നുള്ളതാണ്. FA കപ്പ് വിക്ടറിയിലും ഒരു ഭാഗമായിരുന്നു ടീമിൻ്റെ. സോ 5 അടി 10 ഇഞ്ചാണ് പ്ലെയറിൻ്റെ ഉയരം എന്ന് പറയുന്നത്. സോ ഈ പ്ലെയറെയാണ് ആർസണൽ ക്രിയേറ്റീവ് മിഡ്ഫീൽഡർ റോളിലേക്ക് എടുത്തു പറയാൻ കാരണമുണ്ട്. കാരണം ഇപ്പോൾ എബ്രച്ചി എസ്സെയുടെ ഒരു പേര് ആർസണലായിട്ട് ലിങ്ക് ചെയ്യുമ്പോൾ ഒരുപാട് ആർസണൽ ഫാൻസും ആദ്യം വിചാരിച്ചിരുന്നൊരു കാര്യമുണ്ട്, നമ്മൾ ആ ലെഫ്റ്റ് വിങ്ങിലേക്കാണ് എബ്രച്ചി എസ്സെനെ കൺസിഡർ ചെയ്യുന്നത്. പക്ഷെ ഇതുവരെയുള്ള ഇൻഫർമേഷൻസ് പ്രകാരം, ഇതുവരെയുള്ള റിപ്പോർട്ട്സും കാര്യങ്ങളും പ്രകാരം ആ ലെഫ്റ്റ് വിങ്ങറിൻ്റെ പെർസ്യൂട്ടുമായിട്ട് ഈ ഒരു ഡീലിന് യാതൊരു ബന്ധമില്ല എന്നുള്ളതാണ്. ലെഫ്റ്റ് വിങ്ങറെ വേറെ ക്ലബ്ബ് തേടുക തന്നെയുണ്ട്. പക്ഷേ ഇതൊരു ക്രിയേറ്റീവ് മിഡ്ഫീൽഡറിൻ്റെ റോളിലേക്കാണ് എബ്രച്ചി എസ്സെനെ ആർസണൽ കൺസിഡർ ചെയ്യുന്നത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. സോ എബ്രച്ചി എസ്സെ നമ്മുടെ ഈ ഒരു ടീമിലേക്ക്, ആർസണൽ ടീമിലേക്ക് കടന്നു വരുമ്പോൾ എത്രത്തോളം ഫിറ്റ് ആകും, ടീമിലേക്ക് എത്രത്തോളം ക്വാളിറ്റീസ് ഈ പ്ലെയർ കൊണ്ടുവരും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ആദ്യമേ നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞു പോകുന്നത്. പിന്നെ കുറേ ട്രാൻസ്ഫർ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടിരിക്കുന്നത്. ആർസണൽ കഴിഞ്ഞ സീസണിൽ ഫേസ് ചെയ്ത 2 മേജർ പ്രോബ്ലംസ് ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട്. ഒന്നെന്ന് പറയുന്നത് അറ്റാക്കിംഗ് ക്രിയേറ്റിവിറ്റി, എസ്പെഷ്യലി ആ ഒരു അറ്റാക്കിംഗ് തേർഡിൽ ആ ക്രിയേറ്റിവിറ്റി പ്രോബ്ലം ലാസ്റ്റ് സീസണിൽ നമ്മൾ ഒരുപാട് വലച്ചിരുന്നു എന്നുള്ളതാണ്. ആദ്യം ക്യാപ്റ്റനായ മാർട്ടിൻ ഓഡഗാർഡ് ഇഞ്ചേർഡായി പോയതിന് ശേഷം അതിനുശേഷം പ്ലെയർ തിരിച്ചു വന്നെങ്കിലും പ്ലെയറിന് ആ ഒരു അറ്റാക്കിംഗ് ഫ്ലെയർ കൊണ്ടുവരാൻ കഴിയാഞ്ഞതിൻ്റെ പേരിലും ആ ഒരു ക്രിയേറ്റിവിറ്റി ബ്ലോക്ക് ലാസ്റ്റ് സീസൺ നമ്മൾ ഒരുപാട് സഫർ ചെയ്യേണ്ടി വന്നു എന്നൊരു ഒബ്സർവേഷൻ നമ്മൾ ലാസ്റ്റ് സീസൺ ഒരുപാട് നടത്തിയതാണ്. അതേപോലെ തന്നെ ലോ ബ്ലോക്ക് പിടിക്കുന്ന ടീമുകൾക്കെതിരെ നല്ല രീതിയിൽ പൊസിഷനും കാര്യങ്ങളും കൺട്രോളും ഒക്കെ ഉണ്ടെങ്കിലും ഗോൾ നേടാൻ കഴിയാത്തൊരവസ്ഥ. ഇതിൻ്റെ രണ്ടിനും ഒരു പാർഷ്യലി അതിനൊരു സൊല്യൂഷനായിട്ടാണ് എബ്രച്ചി എസ്സെ ടീമിലേക്ക് വരുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആസ് എ പേഴ്സണൽ ആർസണൽ ഫാൻ. സോ കാരണം നോക്കുകയാണെങ്കിൽ എബ്രച്ചി എസ്സെയുടെ പ്ലേയിങ് സ്റ്റൈൽ തന്നെയാണ്. ഒരു പക്ക ഡ്രിബിളറാണ് പ്ലെയർ. നല്ല രീതിയിൽ എസ്പെഷ്യലി ആ ലെഫ്റ്റ് സ്പേസിൽ നമ്മുടെ മേജർ അറ്റാക്സും വന്നുകൊണ്ടിരുന്ന ആ റൈറ്റ് വിങ്ങിൽ കൂടെ, റൈറ്റ് സ്പേസിൽ ഹാഫ് സ്പേസിലൂടെയാണ് അറ്റാക്സും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരുന്നത്. ആ ലെഫ്റ്റ് ഹാഫ് സ്പേസ് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ലെഫ്റ്റിൽ മിഡ്ഫീൽഡറും നോക്കാൻ ഡെക്ലാൻ റൈസ് ആണ് കൈകാര്യം ചെയ്തിരുന്നത്. ഡെക്ലാൻ റൈസ് ആ സ്പേസുകളിലേക്ക് ഓടിക്കേറിയ അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ഒരു ക്രിയേറ്റിവിറ്റി ഫ്ലെയർ കൊണ്ടുവരാനായിട്ട് അവിടെ ഡെക്ലാൻ റൈസിനും കഴിയില്ല. ഡെക്ലാൻ റൈസിനെ പറഞ്ഞിട്ടും കാര്യം ഡെക്ലാൻ റൈസ് ആ ഒരു ടൈപ്പ് ഓഫ് പ്ലെയറും ആയിരുന്നില്ല. സോ അവിടേക്ക് എബ്രച്ചി എസ്സെ വരികയാണെങ്കിൽ ആ ഒരു റൈറ്റ് വിങ്ങിൽ ഉണ്ടാക്കിയെടുത്തിരുന്ന ആ അറ്റാക്കിംഗ് ഫ്ലെയർ ലെഫ്റ്റ് വിങ്ങിലും അല്ലെങ്കിൽ ലെഫ്റ്റ് ഹാഫ് സ്പേസിലും ക്രിയേറ്റ് ചെയ്യാൻ കഴിയുമെന്നാണ് ആർസണൽ ഫാൻസ് വിചാരിക്കുന്നത്, എക്സ്പെക്റ്റ് ചെയ്യുന്നത്. നമ്മൾ ഇപ്പോൾ എബ്രച്ചി എസ്സെയുടെ കാര്യം പറഞ്ഞ പോലെ നല്ല രീതിയിൽ ഡ്രിബിളറാണ്. ടേക്ക് ഓൺ ചെയ്യുന്നതിന് ഒരു മടിയില്ല. പെർ 92.33
സക്സസ്ഫുൾ ടേക്ക് ഓൺസ് പ്ലെയറിൻ്റെ ഭാഗത്തു നിന്ന് ലാസ്റ്റ് സീസണിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. നല്ല രീതിയിൽ ഡ്രിബിൾ ചെയ്ത് കയറും, അതേപോലെ ലെഫ്റ്റ് ഹാഫ് സ്പേസിൽ നല്ല രീതിയിൽ ബോൾ ക്യാരി ചെയ്ത് കയറുകയും ചെയ്യും. ഇൻസൈഡ് കട്ടിങ് ചെയ്ത് സെൻട്രൽ ഏരിയാസിൽ ബോക്സിന് വെളിയിൽ നിന്ന് തന്നെ നല്ല രീതിയിൽ ഷോട്ട് എടുക്കാനുള്ള ടെൻഡൻസി ഉള്ള പ്ലെയറാണ് എന്നുള്ളതാണ്. നല്ല രീതിയിൽ ക്രോസസ് വയ്ക്കുന്നതിലും വേക്കൻറ്റ് സ്പേസസിലേക്ക് കറക്റ്റായിട്ട് കാൽക്കുലേറ്റഡ് ആയിട്ട് ഓടിക്കയറുന്നതിൽ മികച്ചു നിൽക്കുന്ന ഒരു പ്ലെയർ തന്നെയാണ് എന്നുള്ളതാണ്. സോ മെയിൻലി ഒരു അറ്റാക്കിംഗ് സിറ്റുവേഷനിൽ ഒരു സ്പേസ് ഓപ്പൺ ആവുകയാണെങ്കിൽ സ്വന്തം ടീംമേറ്റ്സിൻ്റെ കാലുകളിൽ പന്തുണ്ടെങ്കിൽ ആ ഒരു സ്പേസിലേക്ക് ഓടിക്കയറി ഒന്നിന് ഡിഫൻഡേഴ്സിനെ പുള്ള് ചെയ്യുക, അല്ലെങ്കിൽ ഒരു അറ്റാക്കിംഗ് ലൈനിലേക്ക് പന്ത് വെക്കാനുള്ളൊരു വേക്കൻസി അവിടെ ഉണ്ടാക്കി കൊടുക്കുന്നതിൽ വളരെ മികച്ചു നിൽക്കുന്ന ഒരു പ്ലെയർ തന്നെയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ക്രിസ്റ്റൽ പാലസിൽ ആ ഒരു റോൾ വളരെ ഗംഭീരമായിട്ട് തന്നെ എബ്രച്ചിയസ് കൈകാര്യം ചെയ്ത് പോകുന്നു എന്നുള്ളതാണ്. സോ ഇപ്പോൾ ആർസണലിലേക്ക് വരുമ്പോൾ ആ ഒരു ടീം ലൈനപ്പിലേക്ക് ഈ പ്ലെയർ എങ്ങനെയാണ് മെർജ് ആവുക എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. ആൻഡ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ലെഫ്റ്റ് വിങ്ങറിൻ്റെ റോളിലേക്ക് എന്തായാലും മറ്റൊരു പ്ലെയർ വരുമെന്ന് തന്നെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സോ എബ്രച്ചിയസ് എങ്ങനെയാണ് ടീമിലേക്ക് മിക്സ് ആവുക എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമുണ്ട്. എനിക്ക് മെയിൻലി തോന്നുന്നത് ഒഡെഗാർഡിനൊരു ഫൈറ്റ് കൊടുക്കാൻ കഴിയുന്ന ഒരു പ്ലെയർ ആയിട്ടായിരിക്കും എബ്രച്ചിയസിനെ ടീമിലേക്ക് മിക്കേൽ ആർട്ടറ്റ കൊണ്ടുവരിക എന്നുള്ളതാണ്. പക്ഷേ ആ ലെഫ്റ്റ് ചാനലിലേക്ക് എങ്ങനെ പ്ലെയറിനെ യൂട്ടിലൈസ് ചെയ്യും എന്നുള്ളത് കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. മേ ബി കൂടുതൽ പൊസഷനുള്ള മാച്ചുകളിൽ ആ ഗോൾ കണ്ടെത്തേണ്ട ക്രിട്ടിക്കൽ സാഹചര്യങ്ങളിലായിരിക്കാം മേ ബി പ്ലെയറിനെ കൂടുതലും യൂസ് ചെയ്യുന്നത്. മേ ബി ലെഫ്റ്റ് വിങ്ങറായിട്ടും യൂസ് ചെയ്യാം. അതിലിപ്പോൾ മറ്റുള്ള പ്ലെയേഴ്സ് ഇനി എങ്ങനെയാണ് ടീമിലേക്ക് വരുന്നത്, ഇപ്പോൾ റോഡ്രിഗോൻ്റെ ഒക്കെ കാര്യം എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. ആൻഡ് ഡിഫെൻസീവ് വൈസ് ഓഫ് ദ ബോൾ വർക്ക് റേറ്റും പ്ലെയറിൻ്റെ എടുത്ത് പറയേണ്ടതുണ്ട്. ഗ്രൗണ്ട് ഡ്യൂൾസ് വിൻ ചെയ്യുന്ന കാര്യത്തിൽ ഞാനൊരു സ്റ്റാറ്റ് എവിടെ കണ്ടിരുന്നു, ലാസ്റ്റ് സീസണിൽ എബ്രച്ചിയസയുടെ ഗ്രൗണ്ട് ഡ്യൂവൽസ് 1ൻ്റെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ആർസണലിലെ ഒരു പ്ലെയർ പോലും ആ താരത്തിന് മുകളിൽ എത്തില്ല എന്നൊരു കണക്ക് ഞാൻ കണ്ടിരുന്നു. അതേപോലെ പൊസഷൻ വിൻ ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും മിഡ്ഫീൽഡിലും ഡിഫെൻസീവ് തേർഡിലും പൊസഷൻ തിരിച്ചു പിടിക്കുന്നതിൽ അറ്റാക്കേഴ്സിൻ്റെ ലിസ്റ്റ് ലാസ്റ്റ് സീസണിലെ പ്രീമിയർ ലീഗിൽ എടുത്തു നോക്കിയാൽ ടോപ്പിൽ തന്നെ ഈ പ്ലെയറിൻ്റെ പേര് ഉണ്ടാകും എന്നാണ് പറയുന്നത്. സോ നല്ല രീതിയിൽ ഓഫ് ദ ബോൾ വർക്ക് റേറ്റും എടുക്കുന്ന ഒരു പ്ലെയറാണ്. പിന്നെ പ്ലെയറിൻ്റെ ഒരു വീക്ക് ലിങ്ക് ആയിട്ട് പറയുന്നൊരു കാര്യം, പറഞ്ഞ് കേട്ടൊരു കാര്യം എന്ന് പറയുന്നത് ഏരിയൽ ത്രെറ്റ് അല്ലെങ്കിൽ ഏരിയൽ പവേഴ്സ് പ്ലെയറിന് അത്ര അങ്ങോട്ട് പ്രൊവൈഡ് ചെയ്യാറില്ല എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. 5 അടി 10 ഇഞ്ചാണ് പ്ലെയറിൻ്റെ ഉയരം. സോ പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ ഈ പറയുന്ന ഡ്രിബ്ലിംഗ് സ്കില്ലും ആ അൺപ്രെഡിക്റ്റബിലിറ്റിയും കൊണ്ടുവരാൻ കഴിവുള്ള പ്ലെയർ ആണെങ്കിൽ ഏരിയൽ പവർ ഇത്തിരി കുറഞ്ഞാലും അത്ര വലിയ സങ്കടമൊന്നുമില്ല. അത് ആ ഏരിയ കവർ ചെയ്യാനായിട്ട് വേറെ പ്ലെയേഴ്സ് ഉണ്ട് ആർസണലിൽ തന്നെ. എസ്പെഷ്യലി ഞാൻ എബ്രച്ചിയസയുടെ നല്ലൊരു പെർഫോമൻസ് എക്സ്പെക്ട് ചെയ്യുന്നു. ആർസണലിലേക്ക് വരാണെങ്കിൽ എബ്രച്ചിയസയുടെ നല്ലൊരു പെർഫോമൻസ് എക്സ്പെക്ട് ചെയ്യുന്ന ഈ ലോ ബ്ലോക്ക് പിടിച്ച് കളിക്കുന്ന കുറേ ടീമുകളുണ്ട്. എല്ലാം നമ്മൾ പൊസഷനും കൺട്രോളും ഒക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഈ ലോ ബ്ലോക്ക് പിടിച്ച് നമ്മളെ അങ്ങോട്ട് വെള്ളം കുടിപ്പിക്കുന്ന കുറേ ടീമുകളുണ്ട്. അവർക്കെതിരെ നല്ലൊരു പെർഫോമൻസ് കൊണ്ടുവരാനായിട്ട് ക്രിട്ടിക്കൽ ടൈമിൽ എബ്രച്ചിയസ് ഹെൽപ്ഫുൾ ആയിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ആ ഒരു ലോ ബ്ലോക്ക് പിടിച്ച് അട്ടയായിട്ട് ഇങ്ങനെ പ്ലേയേഴ്സ് നിൽക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ഡ്രിബിൾ ചെയ്ത് കയറി അൺപ്രെഡിക്റ്റബിൾ ഷോട്ട് കൊടുക്കുക അല്ലെങ്കിൽ അൺപ്രെഡിക്റ്റബിൾ മൂവ്മെൻറ്റ് നടത്താനായിട്ടുള്ള ആ ഒരു സ്കിൽ സെറ്റ് അത് ഞാൻ എബ്രച്ചിയസയുടെ ഭാഗത്തു നിന്നും ആർസണലിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. സോ എബ്രച്ചിയസ് എങ്ങനെ പോയാലും നമ്മുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ ഇല്ലാതിരുന്ന ഒരു പ്ലെയർ ആണെങ്കിൽ കൂടി ലാസ്റ്റ് സീസണിലെ മത്സരങ്ങൾ ഓർക്കുമ്പോൾ യെസ് വി നീഡ് അങ്ങനെ ഒരു ക്രിയേറ്റീവ് സബ്സ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ക്രിയേറ്റീവ് സൊല്യൂഷൻ നമുക്ക് അറ്റാക്കിംഗ് സൊല്യൂഷൻ ക്രിയേറ്റിവിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് അറ്റാക്കിംഗ് ക്രിയേറ്റിവിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ആ ഒരു സൊല്യൂഷൻ നമുക്ക് വളരെയധികം വേണ്ടത് തന്നെയാണ് എന്നുള്ളതാണ്. സോ നല്ലൊരു അറ്റാക്കിംഗ് സിറ്റുവേഷനിൽ ബോൾ റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ടേൺ ചെയ്ത് പന്ത് നല്ല രീതിയിൽ ക്യാരി ചെയ്ത് പോകാനും ഓവർലാപ്പ് ചെയ്ത് പോകുന്ന ടീംമേറ്റ്സിന് കറക്റ്റായിട്ട് പ്രോഗ്രസീവായിട്ട് പന്ത് എത്തിച്ചു കൊടുക്കാനും കഴിയുന്ന ഒരു അൺപ്രഡിക്റ്റബിൾ ഡ്രിബിളറിനെയാണ് നമുക്ക് എബ്രച്ചിയസയിലൂടെ കിട്ടുക എന്ന് തന്നെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ഇങ്ങനെ ഒരു പ്ലെയറിനെ നമുക്ക് ടീമിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ മിഡ്ഫീൽഡിൽ അറ്റാക്കിംഗ് ക്രിയേറ്റിവിറ്റിയുടെ കാര്യത്തിൽ കുറച്ചും കൂടി റിലാക്സ്ഡ് ആവാനായിട്ട് ആർസണലിന് കഴിയും എന്നുള്ളതാണ് ഒരു പ്രയോറിറ്റി ഏരിയ ആയിട്ട് കൺസിഡർ ചെയ്തിരുന്നില്ലെങ്കിലും ലാസ്റ്റ് സീസണൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്ക് വേണ്ട ഒരു സൈനിങ് തന്നെയാണിത്. ആൻഡ് ഇപ്പോൾ ആ ലെഫ്റ്റ് വിങ്ങറിൻ്റെ കാര്യം റോഡ്രിഗോൻ്റെ കാര്യം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. റോഡ്രിഗോയ്ക്ക് അഗെയിൻ ഇപ്പോൾ ലാസ്റ്റ് യുവൻ്റസ് ആയിട്ട് നടന്ന മത്സരത്തിലും കളിക്കാനൊന്നും ഇറക്കിയില്ല സാവി അലോൺസോ. സോ ആർസണൽ ഫാൻസ് അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. അങ്ങനെ കളിപ്പിക്കാതിരിക്കട്ടെ, അവസാനം റോഡ്രിഗോ അവിടെ നിന്ന് ഇറങ്ങി പോരട്ടെ, നമ്മൾ റോഡ്രിഗോനെ വാങ്ങട്ടെ എന്നുള്ള പ്രതീക്ഷ നമുക്കുണ്ട്. ആൻഡ് നമുക്ക് എന്തായാലും സ്ട്രൈക്കറിൻ്റെ കാര്യം പറയാതെ വീഡിയോ കൊണ്ടുപോകാൻ പറ്റില്ല. ഗോയിക്കേഴ്സിൻ്റെയും സെസ്കോൻ്റെയും കാര്യം തന്നെ നിലവിലെ ലേറ്റസ്റ്റ് ഇത് പ്രകാരം ഗോയിക്കേഴ്സുമായിട്ട് ടോക്ക് വളരെ ക്ലോസ് എത്തി എന്നുള്ള രീതിയിലാണ്. 5 വർഷത്തിനടുത്തുള്ളൊരു ഡീലിന് വെർബൽ എഗ്രിമെൻറ്റ് വരെ എത്തി എന്നുള്ള രീതിയിൽ റിപ്പോർട്ട്സ് വന്നു. പക്ഷെ അതൊന്നും കോൺക്രീറ്റ് ആയിട്ടില്ല. സെസ്കോൻ്റെ ഭാഗത്തുനിന്നും ഇടയ്ക്ക് പോസിറ്റീവ് റിപ്പോർട്ട്സ് വരാറുണ്ട്. സോ ഈ രണ്ടും ഇങ്ങനെ നിൽക്കുകയാണ്. സംടൈംസ് ഇറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ് ടു സീ, ബട്ട് സംടൈംസ് ഇറ്റ്സ് ഫ്രസ്ട്രേറ്റിംഗ് ആസ് ആർസണൽ ഫാൻസ്. പിന്നെ നമ്മുടെ മറ്റൊരു ട്രാൻസ്ഫർ പ്രോസ്പെക്റ്റ് ആയ ക്രിസ്ത്യൻ മസ്കോറ വലൻസിയ പ്ലെയറിന് മുമ്പിൽ വലൻസിയ ടീം ഒരു പുതിയ ഓഫർ വെച്ചു എന്നാണ് കേട്ടത്. പക്ഷേ പ്ലെയർ
കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് പറഞ്ഞു ആർസണൽ തന്നെയാണ് തനിക്ക് വേണ്ടത് എന്നുള്ളത്. ഡിഫൻസിലേക്ക് നമുക്കൊരു വാല്യുബിൾ അഡീഷൻ തന്നെ ആവാം. ബാക്കപ്പ് പ്ലെയറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു വാല്യുബിൾ അഡീഷൻ തന്നെ ആവുന്ന ഒരു പ്ലെയറാണ് ക്രിസ്ത്യൻ മസ്കറ. സോ പ്ലെയർ ക്ലിയർലി പ്രിഫേഴ്സ് ആർസണൽ ഒരു പുതിയ ഡീലിനേക്കാൾ ഉപരി. ആൻഡ് പുതിയതായിട്ട് പിന്നെ പറയാനുള്ളത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നോനി മഡൂക്കൻ്റെ കാര്യം ആർസണൽ ഇന്റേണലി ഡിസ്കസ് ചെയ്തു എന്ന് പറഞ്ഞ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അതിന് അതേപോലെ തന്നെ ഓരോ ആഴ്ചയിലും പുതിയ പുതിയ വിങ്ങേഴ്സിൻ്റെ പേര് ആർസണലിൻ്റെ ലിസ്റ്റിൽ റൂമേഴ്സായിട്ട് പറഞ്ഞു കേൾക്കാറുണ്ട്. ഇത്തവണ പുതിയതായിട്ട് കേൾക്കുന്ന പേര് മാഗ്നസ് അക്ലോച്ചി എന്ന് പറയുന്ന ഫ്രഞ്ച് അറ്റാക്കിംഗ് മിഡ്ഫീൽഡറിൻ്റെ പേരാണ്. റൈറ്റ് വിങ്ങറായിട്ട് കളിക്കാൻ കഴിയുന്ന പ്ലെയറാണ്. 21 വയസ്സുള്ള ഒരു പ്ലെയറാണ്. AS മൊണാക്കോയ്ക്ക് വേണ്ടിയാണ് പ്ലെയർ കളിക്കുന്നത്. അറൗണ്ട് 50 million pounds എന്തായാലും വാല്യൂ വരുന്നൊരു പ്ലെയറാണ്. പക്ഷേ ഒന്നും അഡ്വാൻസ് സ്റ്റേജ് ഒന്നും അല്ല, ഇൻട്രസ്റ്റഡ് ആണ് എന്നുള്ള രീതിയിൽ റൂമേഴ്സ് മാത്രമാണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ആൻഡ് ഇനി നേരെ നമ്മൾ യുണൈറ്റഡിൻ്റെ കാര്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ഒനാന പോകാനുള്ള ചാൻസ് കുറഞ്ഞു വരുന്നു എന്നാണ് കേൾക്കുന്നത്. ആൻഡ് സാൻജോ പോകാനായിട്ട് നിൽക്കുന്നു. അതും കുറച്ച് നാളായിട്ട് അങ്ങനെ നിൽക്കുകയാണ് പ്ലെയർ. യുവൻറ്റസ് തന്നെയാണ് ഇപ്പോഴും പോൾ പൊസിഷനിൽ നിൽക്കുന്നത്. യുവൻറ്റസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവർ സ്വാപ്പ് ഡീലിന് ശ്രമിക്കുന്നതായിട്ട് പറയുന്നു. 3 പ്ലേയേഴ്സിനെ അതിനുവേണ്ടി അവർ ഒരുക്കി നിർത്തിയിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട്സ് പറയുന്നത്. ഒന്ന് ഡ്യൂസൻ വ്ളഹോവിച്ച്, ഡെക്ലാൻ ലൂയിസ്, ടിമോത്തി വിയ എന്ന് പറയുന്ന 3 പ്ലേയേഴ്സിനെയാണ് യുവൻറ്റസ് അതിന് വേണ്ടി റെഡിയാക്കി വെച്ചിരിക്കുന്നത് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ആൻഡ് സ്ട്രൈക്കറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ആസ്റ്റൺ വില്ലയുടെ ഒലി വാട്കിൻസിന് 29 വയസ്സുള്ള ഈ ഒരു സ്ട്രൈക്കറിന് വേണ്ടി യുണൈറ്റഡ് ഇൻട്രസ്റ്റഡ് ആണ് എന്നുള്ള രീതിയിൽ റിപ്പോർട്ട്സ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. യുണൈറ്റഡ് എംബൂമയ്ക്ക് വേണ്ടി ഒരു 3rd ബിഡ് സബ്മിറ്റ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. പക്ഷെ ആ സ്ട്രൈക്കർ പെർസ്യൂട്ടും അവർ വിട്ടിട്ടില്ല എന്നുള്ളതാണ്. ആൻഡ് റാഷ്ഫോർഡിൻ്റെ കാര്യത്തിൽ ബയേൺ മ്യൂണിച്ച് റാഷ്ഫോർഡിനെ നോക്കുന്നതായിട്ടൊരു പുതിയ അപ്ഡേറ്റ് പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഒരു ചെറിയ ഇൻട്രസ്റ്റ് ബയേൺ മ്യൂണിച്ചിന് ഉണ്ട് എന്നുള്ള രീതിയിൽ. കാരണം ബയേൺ മ്യൂണിച്ചിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവർ ആ ഒരു ലെഫ്റ്റ് വിങ്ങറെ തപ്പിയുള്ള ഓട്ടത്തിലാണ്. നിക്കോ വില്യംസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നിക്കോ വില്യംസ് പ്രിഫർ ചെയ്യുന്നത് ബാഴ്സയാണ്. അവർ ലൂയിസ് ഡയാസിനെ ട്രൈ ചെയ്തു, പക്ഷേ ലിവർപൂള് കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് അത് റിജക്റ്റ് ചെയ്ത് വിട്ടു എന്നുള്ളതാണ് ലൂയിസ് ഡയാസിന് വേണ്ടിയുള്ള ബയേൺ മ്യൂണിച്ചിൻ്റെ അപ്രോച്ച്. അപ്പോഴാണ് റാഷ്ഫോർഡിൻ്റെ കാര്യത്തിൽ ബയേൺ മ്യൂണിച്ച് ഇൻട്രസ്റ്റഡ് ആണ് എന്നുള്ള രീതിയിൽ റിപ്പോർട്ട്സ് വരുന്നത്. സോ മേ ബി റാഷ്ഫോർഡ് എന്തായാലും ക്ലബ്ബ് വിട്ടേ പറ്റുള്ളൂ. അതുപോലെ സാൻജോൻ്റെ കാര്യത്തിൽ അങ്ങനെ തന്നെ, ഗർനാച്ചോൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ്, ആൻ്റണിയുടെ കാര്യത്തിൽ അങ്ങനെ തന്നെ. സോ ഒരുപാട് പ്ലേയേഴ്സ് ടീം വിട്ടുപോകാനായിട്ട് കാത്തിക്കുന്ന സമയമാണ്. സോ ആൻഡ് ഇനി പറയുകയാണെങ്കിൽ അലക്സ് ബീന, ലാലിഗയിൽ അലക്സ് ബീന വിലാറയിൽ നിന്നും അത്ലറ്റിക്കോ മാഡ്രിഡിലേക്ക് ജോയിൻ ചെയ്തു. ആൻഡ് AS മൊണാക്കോയിലേക്ക് ആൻസു ഫാറ്റി ബാർസിൽ പുതിയൊരു ഡീൽ സൈൻ ചെയ്തതിന് ശേഷം ലോണിൽ AS മൊണാക്കോയിലേക്ക് പോയി. അവിടെ പോൾ പോഗ്ബ ഓൾറെഡി എത്തിയിട്ടുണ്ട്. തൻ്റെ ഡോപ്പിംഗ് ബാനൊക്കെ കഴിഞ്ഞതിന് ശേഷം പോൾ പോഗ്ബ AS മൊണാക്കോയിൽ സൈൻ ചെയ്ത് നിൽക്കുന്നതാണ്. സോ ആ 2 പേരും അടുത്ത ദിവസം ഒരുമിച്ച് AS മൊണാക്കോയ്ക്ക് വേണ്ടി കളത്തിലിറങ്ങും എന്നുള്ളതാണ്. ആൻഡ് ലിവർപൂളിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ കൊൻസയുടെ ഡീല് ലെവർകൂസനിലേക്കുള്ള ഡീല് ഡണ്ണായി. സോ ഇനി അവർ മാർഗോയ്ക്ക് വേണ്ടി കുറച്ചും കൂടി അടുത്തെത്തിയ മാർഗോയുടെ വരവ് ലിവർപൂളിലേക്ക് കുറച്ചും കൂടി അടുത്തായി എന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. സോ ഇതൊക്കെയാണ്. പിന്നെ ചെൽസി ജോവ പെദ്രോൻ്റെ ഡീല് ഫിനിഷ് ചെയ്തു എന്നുള്ളതാണ്. 55 million pounds 7 വർഷത്തെ ഡീലാണ് ജോവ പെദ്രോനെ അവർ സ്വന്തമാക്കിയിരിക്കുന്നത്. 7 വർഷത്തെ ഒരു ഡീലിലാണ്. സോ ഇതൊക്കെയാണ് പ്രീമിയർ ലീഗിലും അല്ലെങ്കിൽ മറ്റുള്ള മേജർ ക്ലബ്ബുകളിലും പറയാനുള്ള മേജർ ട്രാൻസ്ഫർ വിശേഷങ്ങൾ, റൂമേഴ്സ്, കാര്യങ്ങളൊക്കെ. സോ ഇതിനെ ചുറ്റിപ്പറ്റി നിങ്ങൾ വേറെ റൂമേഴ്സും അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷൻ രേഖപ്പെടുത്തുക. സോ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ദിസ് ഇസ് അലക്സാൻഡർ സൈനിങ് ഓഫ് ആൻഡ് ഹാവ് എ നൈസ് ഡേ.